റോഡിനടുത്തുള്ള കുറേ കാഴ്ചകളുണ്ടാകും. അതൊക്കെ ഇങ്ങനെ നിർത്തി കാണിച്ചു തരാനാണ് പാട്. കാരണം ഇവിടെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയുണ്ട്, പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. മിക്ക സ്ഥലത്തും ഇങ്ങനെ ഒരു പാർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടാറില്ല. അതാണൊരു പണി. ഇപ്പോൾ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ പോയി കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ IT കമ്പനീസാണ്. ഇത് അപ്പറെ സൈഡിലാണ് മാന്യത ടെക് പാർക്ക്. അതിനോട് ബന്ധിച്ച് ഇപ്പറെ കുറച്ച് ഇത് സ്മാർട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. 2-3 ബിൽഡിങ്ങേ ഉള്ളൂ ഈ ഒരു റോഡിൽ. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നാഗവര ലേക്കാണ്. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കറങ്ങാൻ തുടങ്ങിയിട്ട് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളൊരു ലേക്ക് ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല വെള്ളമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ളിൽ എന്തോ മറ്റേ കൊട്ടവഞ്ചി വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബോട്ടിങ് ആണെന്ന് തോന്നുന്നു. അവിടെ ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ ബോട്ടിങ്ങിന് കയറാം എന്നുള്ള സെറ്റപ്പ് ആയിരിക്കണം. നമ്മളങ്ങനെ ആദ്യം കണ്ട നാഗവര ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഓടിച്ച് കറങ്ങി വന്നിട്ടാണ് ഈ ഒരു ഏരിയയിൽ എത്തിയത്. ഇതെന്ത് സംഭവം? എന്തോ ഗുഹ പോലത്തെ ഒരു സംഭവമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതകത്തുനിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ലേക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഫുള്ള് മറച്ചിട്ടേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിക്കിടക്കുന്ന ഭാഗത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഹോട്ടലാണ്. 5 സ്റ്റാർ ആണോ എന്തോന്ന് അറിയത്തില്ല. SNN ക്ലെർമോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. ആ താഴെ കാണുന്ന സംഭവം കണ്ട അതാ നാഗവര ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന സംഭവമാണ്. ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ അപ്പുറത്തൊരു മറ്റേ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നോക്കി നടത്താനൊന്നും ആരും ഇല്ല എന്ന് തോന്നുന്നു. ഫുള്ള് പോയി കിടക്കുകയാണ്. ആ വെള്ളമൊക്കെ ഫുള്ള് പച്ച കളറായിട്ടുണ്ട്. അത് ഓപ്പൺ അല്ല, ആരും നോക്കിയൊന്നും നടത്തുന്നില്ല ഇപ്പോൾ. നമ്മൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യത ടെക് പാർക്കിൽ നിന്ന് ഹെബ്ബാൾ സൈഡിലേക്ക് പോകുന്നവർക്ക് ഡയറക്റ്റ് ഇവിടെ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാണ്ട് ഡയറക്റ്റ് മേളിൽ കൂടെ തന്നെ അപ്പുറം ചെന്ന് ഇറങ്ങാനുള്ള ഫ്ലൈ ഓവറാണ്. നമ്മൾ ടെക് പാർക്കിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഫുള്ള് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് പണിഞ്ഞേക്കുന്നൊരു ടെക് പാർക്കാണ് ഈ ഒരു മാന്യത ടെക് പാർക്ക്. അതുകൊണ്ട് നമ്മുടെ 2 സൈഡിലും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഫ്ലൈ ഓവറിൻ്റെ അടി മൊത്തം ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിച്ചേക്കാണ്. അപ്പുറ സൈഡിൽ കുറച്ച് ബിൽഡിംഗ് ഉണ്ട്. തിരിച്ച് ഇതുവഴി തന്നെയാണ് വരുന്നതെങ്കിൽ കാണിച്ചു തരാം. ഇത് ശരിക്കും ഈ ഒരു റോഡ് പബ്ലിക്കിന് ഓപ്പണാണ്. കാരണം ഇതുവഴി നേരെ അപ്പുറ സൈഡിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാൻ മേല. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പബ്ലിക് റോഡ് തന്നെയാണ്. അതിൽ 2 സൈഡിൽ ഇങ്ങനെ ടെക് പാർക്കിൻ്റെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ചില ഉള്ളിലോട്ട് കയറിയിട്ടുള്ള റോഡുണ്ട്. അങ്ങോട്ടൊന്നും പബ്ലിക്കിനില്ല. ID കാർഡ് കാണിച്ചാൽ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇടയ്ക്ക് ഞാൻ വരുമ്പോഴൊക്കെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കൽ കാണലുണ്ട്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫഹദ് ഫാസിലിൻ്റെ ഏതോ പുതിയ സിനിമ വരുന്നത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അറിഞ്ഞുകൂടെ ഇവിടെ തന്നെ ആണോ എന്നുള്ളത്. ഇത് നോക്കിയയുടെ ബിൽഡിംഗാണ് ഈ കാണുന്നത്. അത് ഇവിടുന്ന് റൈറ്റിലോട്ടൊക്കെ ഉള്ള റോഡിലോട്ടൊക്കെ പോകണമെങ്കിൽ അത് പബ്ലിക്കിന് പോകാൻ പറ്റില്ല. നമ്മൾ ID കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതിനങ്ങോട്ട് കിടക്കുന്നതും മാന്യത ടെക് പാർക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെല്ലുകയാണെങ്കിൽ
എന്താ മാന്യത ടെക് പാർക്കിൻ്റെ തന്നെ അപ്പാർട്ട്മെൻറ്റ് ഏരിയ ഉണ്ട്, കുറേ അപ്പാർട്ട്മെൻറ്റ് ഏരിയ ഉണ്ട് കാണാനായിട്ട്. ശരിക്കും നമ്മൾ എന്താ പറയുക, ഹെന്നൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ഡയറക്റ്റ് ഒരു അണ്ടർപാസ് വഴി ഈ അപ്പുറം കാണുന്ന റോഡിൽ കയറാൻ പറ്റും. ആ ഒരു അണ്ടർപാസ് വഴി വരുവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടുന്നൊരു ഇതുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ ടൈല് പൊട്ടിച്ച് അത് വെച്ച് ഡിസൈൻ ചെയ്ത് കുറേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അങ്ങനൊരു കാറ് വരുന്നത്, അത് ക്യാമറയിൽ കിട്ടുമോ എന്നറിയത്തില്ല. അതൊരു അണ്ടർപാസ് പോലെ കയറിയാണ് വരുന്നത്. അവിടെ കുറേ ഇങ്ങനെ ടൈല് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഇത് ആ മാന്യത ടെക് പാർക്കിൻ്റെ തൊട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ ടെക് പാർക്കിനോട് ബന്ധിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം. ഇത് ഹിൽട്ടൺ ആണ്, ഹിൽട്ടൺ 5 സ്റ്റാർ ഹോട്ടൽ. അതുപോലെ തന്നെ തൊട്ടപ്പുറേ നാഗവര സോഷ്യൽ, അത് ശരിക്കും പബ്ബാണ്. അത് കറക്റ്റ് കാണാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഇത് ഫുള്ള് അടച്ചിട്ടേക്കാണത്. ഈ ഒരു റെഡ് ലൈറ്റ് കാണുന്നില്ല, അത് ശരിക്കും പബ്ബാണ്. നാഗവര സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള പബ്ബാണ്. ഇതുവഴി പോയാൽ സംഭവം ആ ഉൾവശം കാണാൻ പറ്റും, പക്ഷേ ഇത് ID കാർഡ് കാണിച്ചാൽ മാത്രമേ അതുവഴി ഉള്ളിൽ പോകാൻ പറ്റത്തുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞില്ലേ, ആ ടൈല് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത് കാണണമെങ്കിൽ ID കാർഡ് വേണം. ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അഴുക്ക് ഓട പൊട്ടിയിട്ട് വെള്ളം പോകുന്നതാണ്. സാധാരണ ഇതുവഴിയാണ് ഞാൻ അപ്പറേ റോഡിലോട്ട് പോകാറ് മാന്യതയിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ. ചെളിക്കകത്ത് ഷൂവും കൊണ്ട് ചവിട്ടാൻ മേല. നമ്മളിപ്പോൾ നിൽക്കുന്ന സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്താണ് നമ്മൾ ആദ്യം ആ LTTS അരീന എന്ന് പറഞ്ഞിട്ട് കാണിച്ച സംഭവമൊക്കെ വരുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എലമെൻറ്റ്സ് മോളാണ്, ഹെന്നൂർ എലമെൻറ്റ്സ് മോള്. നമ്മൾ ബ്രഹ്മയുഗം ഇറങ്ങിയപ്പോൾ കാണാൻ വന്ന ഈ ഒരു തിയേറ്ററിലാണ്. സിനിപോളിസ് ആണെന്ന് തോന്നുന്നു. സിനിപോളിസ് ആണോ PVR ആണോ കറക്റ്റ് ഓർക്കുന്നില്ല. സിനിപോളിസ് അല്ല, PVR ആണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രഹ്മയുഗം കാണാൻ വന്നതൊക്കെ. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം വലിയൊരു മോളാണ്. തിയേറ്ററും അത്യാവശ്യം നല്ല തിയേറ്റർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്ത ഹെന്നൂർ ഭാഗമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബാംഗ്ലൂർ തേരാപ്പാരയുടെ അടുത്ത എപ്പിസോഡ്സ് ഉടനെ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.